പരന്നേക്കാട്ട് സൈറാബാനുവിന്റെ വീട്ടിലാണ് ഈ പൂച്ചക്കൂട്ടമുള്ളത്. ബഹ്റിനിൽ താമസിക്കുമ്പോൾ തന്നെ തോന്നിയ ഈ പൂച്ചപ്രണയം നാട്ടിലെത്തിയപ്പോഴും സൈറ കൂടെ കൂട്ടി. അപൂർവയിനം പൂച്ചകൾക്ക് ആവശ്യക്കാരും ഏറെയായി. അതുപോലെ തന്നെ സൈറയുടെ വരുമാനവും കൂടി. കാണാം ഗൃഹസഖിയിൽ സൈറയുടെ പൂച്ചവിശേഷങ്ങൾ. ഗൃഹസഖിയിൽ ഞാൻ സൈറാബാനു. വിദേശത്ത് ഞങ്ങൾ ഫാമിലി ഒന്നിച്ച് താമസിക്കുന്ന സമയത്ത് ഭർത്താവിനോടൊപ്പം ബീച്ചിൽ പോയപ്പോൾ ഒരു വിദേശി ഫാമിലിയിൽ ഞാനൊരു വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ക്യാറ്റിനെ കണ്ടു. അപ്പോഴെനിക്ക് തോന്നി ഇതൊന്നിനെ വാങ്ങി വളർത്തിയാൽ എത്ര നന്നായിരിക്കുമെന്ന്. അവിടെ നിന്നാണ് പൂച്ചയോടുള്ള പ്രണയം തുടങ്ങുന്നത്. പൂച്ചയെയും കൊണ്ട് ഞാൻ കേരളത്തിലെത്തി. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യമായിട്ട് ഒരു പേർഷ്യൻ ക്യാറ്റിനെ ഇവിടെ ഞാൻ കൊണ്ടുവന്ന് കണ്ടപ്പോൾ അപ്പൊ അയൽപക്കത്തുനിന്ന് ഇവിടുന്ന് എല്ലാവരും കാണാൻ വന്നു. എല്ലാവരും വളരെ വളരെ സന്തോഷമായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. അപ്പൊ എനിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് ആയി. കൗതുകത്തിന് വേണ്ടി ഞാൻ വളർത്താൻ തുടങ്ങിയതാണെങ്കിലും പിന്നീട് അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറി. ഇതൊരു ഹോബിയായിട്ട് ഞാൻ തുടങ്ങിയതായിരുന്നെങ്കിലും ഇതിലെ വിപണന സാധ്യത പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇവിടെ ഒരുപാട് കുഞ്ഞുങ്ങളായപ്പോൾ ആളുകൾ ഈ സംഭവം തിരിച്ചറിഞ്ഞ് ഇങ്ങോട്ട് പൂച്ച കുഞ്ഞുങ്ങളെ ചോദിച്ചു വരാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ എനിക്കതൊരു ബിസിനസ് തന്നെയായി മാറി. വിപണിയിൽ 15,000 മുതൽ 25,000 വരെ റേറ്റ് ഉണ്ട് പേർഷ്യൻ ക്യാറ്റുകൾക്ക്. ബ്രിട്ടീഷ് ലോങ് ഹെയർ, ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ, പഞ്ച് ഫേസ്, ഡോൾ ഫേസ്, സെമി പഞ്ച് എന്നീ ഇനങ്ങൾ ഇപ്പോൾ എന്റെ കയ്യിലുണ്ട്. വിപണിയിൽ 15,000 മുതൽ 25,000 വരെ റേറ്റ് ഉണ്ട് പേർഷ്യൻ ക്യാറ്റിന്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ലോങ് ഹെയർ, ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ എന്നീ വിഭാഗങ്ങൾക്ക് 60,000 രൂപ വരെ റേറ്റ് ഉണ്ട്. ഫുൾ പഞ്ചിന് 1.5 ലക്ഷം രൂപ വരെ റേറ്റ് ഉണ്ട് വിപണിയിൽ. ഒരു റയർ സ്പീഷീസിൽപ്പെട്ട ഒരു പ്രത്യേക തരം ക്യാറ്റ് എന്റെ കയ്യിലുണ്ട്. അതിന്റെ കണ്ണിന്റെ കളർ 2 കളറാണ്. അതായത് ഒന്ന് യെല്ലോ, ഒന്ന് ബ്ലൂ. വളരെ ഡിഫറന്റ് ക്യാറ്റ്. അതിന് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അതിൽ നിന്ന് കുഞ്ഞുങ്ങളുണ്ടായി കാണാനാണ് എനിക്കിനി ആഗ്രഹം. ഞാൻ പൂച്ചയെ വളർത്തുന്നത് വളരെ ട്രെയിനിങ് കൊടുത്തിട്ടാണ്. അതുകൊണ്ട് തന്നെ പൂച്ച വീടിനുള്ളിൽ വൃത്തികേടാക്കുന്ന യാതൊരു പ്രശ്നവും ഇല്ല. അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ടതില്ല. പൂച്ചകളെ ഞാൻ ഹെൽത്ത് വളരെ കെയർ ചെയ്തിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സമയാസമയങ്ങളിൽ വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട്, റാബീസിനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോയൽ കാനൻ ഫുഡ് കൊടുക്കുന്നത് കൊണ്ട് വൈറ്റമിൻസ് ഒന്നും കൊടുക്കണമെന്നില്ല, എല്ലാം അതിൽ തന്നെ ഉണ്ട്.
അതുകൊണ്ട് റോയൽ കാനൻ ഫുഡ് മാത്രമാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വല്ലപ്പോഴും വിസ്കാസ് കൊടുത്തെങ്കിലായി ചിക്കൻ ഗ്രേവി, ചിക്കൻ സൂപ്പാക്കിയിട്ട് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. വെള്ളം എപ്പോഴും പാത്രത്തിലാക്കിയിട്ട് പൂച്ചകളുടെ അടുത്ത് തന്നെ വെച്ച് കൊടുക്കും. പിന്നെ ഫുഡ് എപ്പോഴും 4 നേരം ഫുഡ് കൊടുക്കും. രാവിലെ 5:30 മണിക്ക് ഞാൻ ഫുഡ് കൊടുക്കും, ഉച്ചക്ക് 2 മണിക്ക് ഫുഡ് കൊടുക്കും, 4 മണിക്ക് വീണ്ടും കൊടുക്കും, നൈറ്റിൽ വീണ്ടും കൊടുക്കും. എല്ലാവരും പൂച്ചകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ വിപണന സാധ്യത ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ കാറ്റ്സിനെ പുറത്തേക്ക് കൊടുക്കാനും തുടങ്ങി. കേരളത്തിനപ്പുറത്ത് നിന്നാണ് അധികവും ആളുകൾ പൂച്ചയെ ചോദിച്ചിട്ട് വിളിക്കുന്നത്. വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ചെയ്യാൻ കഴിയുന്ന ഒരു തൊഴിൽ സംവിധാനം കൂടിയാണ് കാറ്റ് വളർത്തൽ.